ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പൊതുവേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാലും എൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇഫ്താറിനൊക്കെ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല, ഇത് പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്നും. നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് ഞാൻ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസുകളാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഷവർമ സ്റ്റൈൽ ആയതുകൊണ്ടാണ് പീസാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണീസിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രെഡ് 2 ഇതുപോലെ ഒരുമിച്ച് വെച്ച ശേഷം എന്തെങ്കിലും അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് മുട്ടയിൽ, അതായത് മുട്ടയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സിൽ ഈ ഒരു ഇത് നമ്മളൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ മുക്കിയെടുക്കുക. അപ്പോൾ അത് രണ്ടും തലപ്പൊന്നും ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തലപ്പൊക്കെ ഒട്ടിയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ശേഷം ഇത് നമ്മൾ ബ്രെഡ് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ അതാ ഒരുപാട് പ്രാവശ്യം ഇതേപോലെ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷമുള്ളതാണുള്ളത്. അപ്പോൾ ഇതുപോലെ പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലതും. അപ്പോൾ നമ്മളത് മുട്ടയിലൊക്കെ കോട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ പുറമേ ഉള്ള ഇതൊക്കെ ഒന്ന് അടഞ്ഞ് കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണിത്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.